ഹായ് ഹലോ നമസ്കാരം ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. 2 ദിവസമായിട്ട് ഭയങ്കര മഴയും കാറ്റും പ്രശ്നങ്ങളൊക്കെയാണ്. ഇന്ന് കർക്കിടകം തുടങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ കൂടത്തേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ട് തന്നെ ഇരിക്കുക. വണ്ടി ഓടിക്കുമ്പോഴും വീട്ടിൽ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കുമ്പോഴൊക്കെ നല്ല സേഫായിട്ട് ഹാപ്പി ആയിട്ട് ഓക്കെ ആയിട്ട് കൂളായിട്ട് ചില്ലായിട്ട് ഇരിക്കാം. ഓക്കെ, ജസ്ന ഇപ്പം കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു സംഭവമാണ്. അതായത് കൃഷ്ണ ഭക്തയാണ്. കൃഷ്ണന്റെ പടം വളരെ മനോഹരമായിട്ട് വരച്ച് ഗുരുവായൂരമ്പലത്തിന്റെ നടയിൽ കൊണ്ട് അത് സെയിലാക്കി ആ പൈസ കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ. ആർക്കും ഒരു രീതിയിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ അവരവരുടെ വരുമാനത്തിനുള്ള പൈസ അവരുണ്ടാക്കി ജീവിക്കുന്നു. പക്ഷെ ഇവിടുത്തെ വിഷയം, ഈ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ ഒരു മുസ്ലിമാണ്, എന്നിട്ട് കൃഷ്ണ ഭക്തയായി കൃഷ്ണന്റെ പടം വരയ്ക്കുന്നു. അതിൽ കുറേ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ആളുകളുണ്ട്. ചിലർ പറയുന്നു ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുന്നു എന്ന്. അതിനോടനുബന്ധിച്ച് തന്നെ അവർക്ക് ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായ പീഡനം, അതായത് അവർ അതിനകത്ത് അത് ഒരു ചാനൽ വൃത്തിക്ക് പറയുന്നുണ്ട്. ഒന്ന് സൗണ്ട് വർക്കേ, വൃത്തിക്ക് ഉണ്ടായ സംഭവങ്ങൾ പറയുന്നുണ്ട്. വൃത്തിക്ക് പറയുന്നുണ്ട് ആ ഉണ്ടായ ഇൻസിഡൻസ്. ഓക്കെ, അതായത് കെട്ടിയിട്ട് വരെ ആ സ്ത്രീയെ പീഡിപ്പിക്കുകയായിരുന്നു. അതിനെതിരെ കേസ് കൊടുത്തപ്പോൾ അത് ഹണി ട്രാപ്പ് ആയിട്ട് മാറി. അപ്പൊ ഇതെങ്ങനെയാണ് ഹണി ട്രാപ്പ് ആകുന്നത്? അവർ പറയുന്നുണ്ട് അവരുടെ ബ്രദർ വരെ വേശ്യാപ്പണിക്ക് പോകുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിൽ, നീ ഈ പടം വരച്ചിരിക്കുന്നേക്കാളൊക്കെ നല്ലത് ഈ പണിക്ക് പോകുന്ന എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ മതം, എനിക്ക് പൊതുവേ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് ഈ മതത്തിനെ പറ്റി സംസാരിക്കുക എന്നുള്ളത്. ഞാൻ പക്ഷെ പല വീഡിയോസിലും പല ഇതുപോലത്തെ മതം റിലേറ്റഡ്, ഇതിനു മുമ്പ് ഒരിടയ്ക്ക് അടുപ്പിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറെ മതത്തിനോടുള്ള ബ്ലൈൻഡ് ട്രസ്റ്റ് കാരണം കുട്ടിയെ കൊല്ലുക, അല്ലെങ്കിൽ അങ്ങനെ പല പ്രശ്നങ്ങളും സൊസൈറ്റിയിൽ നടന്നതിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എന്ത് മതം ആയിക്കോട്ടെ, ഇവര് ചോദിക്കുന്നുണ്ട്, ഇവരുടെ ഒരു വീഡിയോയിൽ ഇവർക്ക് കിട്ടിയ സൈബർ ബുള്ളിങ് ഇവര് സഹി കെട്ട് പറയുന്നുണ്ട്. ലൈക്ക് ഞാൻ എപ്പോഴാണ് ഹണി ട്രാപ്പുകാരിയായത്? ഞാൻ പൊതുവെ നമ്മുടെ നാട്ടുമ്പുറത്തും എൻ്റെ അമ്മയൊക്കെ പറയും, കൃഷ്ണഭക്തരായവർക്ക് വിഷമം ഭയങ്കര കൂടുതലായിരിക്കും, അവരെ ഒരുപാട് പരീക്ഷിക്കും, അവർക്ക് എപ്പോഴും സങ്കടമായിരിക്കും എന്നൊക്കെ ഒരു വർത്താനുണ്ട്. അതിലൊക്കെ എത്രത്തോളം കഴമ്പും കാര്യങ്ങളുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്, എൻ്റെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീട്ടിലെ അമ്മൂമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സംഭവമുണ്ട്. അപ്പൊ ഇതിനകത്തും ഈ കുട്ടി പറയുന്നുണ്ട് കൃഷ്ണഭക്തി ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇവരെന്താണ് തെറ്റ് ചെയ്തത് ഒന്ന് പറയൂ? ഈ സൊസൈറ്റിയിലെ ആൾക്കാർ ഇവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്നതിൽ ഇവർ ചെയ്ത തെറ്റെന്താണ്? അവരൊരു മുസ്ലിം ആയിപ്പോയി, അത് അവരുടെ തെറ്റാണോ? അവർക്ക് കൃഷ്ണന്റെ പടം വരയ്ക്കാനുള്ള കഴിവ് കിട്ടിപ്പോയി, അവരൊരു കൃഷ്ണ ഭക്തി ആയിപ്പോയി. അത് എന്തൊരു മനോഹരമായിട്ടാണ് ആ പടം വരയ്ക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി അവരുടെ വാങ്ങിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി ആക്ടർ, അവർ വരെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും നല്ലൊരു കഴിവിനെ സപ്പോർട്ട് ചെയ്യാതെ മനുഷ്യൻ അണ്ടർ വൺ അംബ്രല എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാതെ ഇങ്ങനെ ഇവരെ കുത്തിപ്പറിക്കുമ്പോൾ എന്താണ് ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഈ നാട്ടുകാർ തന്നെയല്ലേ? അതിനകത്ത് ഏതോ ഒരു ഉസ്താദിന്റെ കാര്യമൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പം അവരുടെ ആ ഒരു അവസ്ഥ കൊണ്ട് ആ പീഡനവും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് ഹണി ട്രാപ്പുകാരിയായി മതത്തിനെ മിസ്യൂസ് ചെയ്യുന്നവരെ, ആ സ്ത്രീക്ക് ഇനി കിട്ടാത്ത സ്റ്റാമ്പുകൾ ഒന്നുമില്ല. അവരെന്നെ പറയുന്നുണ്ട് സമൂഹം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരിപ്പോ റീസെന്റ് ആയിട്ട് അത് അവരെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അവരുടെ അവസ്ഥ ഇപ്പൊ എന്താ നിങ്ങൾക്ക് അറിയാമോ? അവര് ഓവർ മെഡിസിൻ കഴിച്ച് സൂസൈഡ് അറ്റംപ്റ്റ് നടത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് മരണത്തിനോട് മല്ലിട്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ പറയുന്നത് ഇങ്ങനെ പച്ചയ്ക്ക് തിന്നുന്ന മനുഷ്യന്മാരും മതഭ്രാന്ത് പിടിച്ച് പച്ചയ്ക്ക് തിന്നുന്ന മനുഷ്യന്മാരെക്കാളും ഇവിടെ നിൽക്കുന്നേക്കാൾ ഭേദം എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ഈ ലോകത്തുനിന്ന് പോവുക എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പൊ എവിടെയാണ് നിങ്ങൾ ദൈവത്തിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പറയുന്നവരോട് ചോദിക്കുന്ന ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, നിങ്ങളോട് ഈ മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കി വെച്ച റൂൾസ് അല്ലേ ഇത്? ഇപ്പോ ഹിന്ദുക്കള് അമ്പലത്തിൽ പോകുന്നില്ലേ, അതുപോലെ തന്നെ പള്ളിയിൽ പോകുന്നില്ലേ? അപ്പം ഇവര് വന്നിട്ട് ഞാൻ ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട്
മറ്റു മതങ്ങളെ പറ്റി കുറ്റം പറയുകയും അവരുടെ മതത്തിനെ അടിച്ചേൽപ്പിച്ച് മറ്റുള്ളവരോട്ട് വയ്ക്കുകയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഇവര് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാണ്, ഇവര് മതം റിലേറ്റഡ് ആയിട്ട് പല കാര്യങ്ങളും സംസാരിക്കുകയാണ്, ഇവര് കൃഷ്ണനെ വരച്ചുകൊണ്ട് മുസ്ലിം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മോശമായിട്ട്, അങ്ങനെ ഒന്നും അവർ ചെയ്യുന്നില്ല. അവർക്കുള്ള അരി അവര് കഷ്ടപ്പെട്ട് പണിയെടുത്ത് അവർ ഉണ്ടാക്കുന്നു. അതിൽ ആൾക്കാർക്ക് എവിടെയാ ബുദ്ധിമുട്ടുള്ളത്, എന്താ ബുദ്ധിമുട്ടുള്ളത്? ഒരു പിടുത്തം കിട്ടണില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുന്നു. മനുഷ്യൻ ടു മനുഷ്യനാണ് സംസാരിക്കുന്നത്. ഓരോരുത്തരുടെ വിശ്വാസമായിട്ട് തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഒരാളോട് പോയിട്ട് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവമായിട്ട് വന്നിട്ട് മുസ്ലിം ദൈവം ആരാണോ അവര് വന്നിട്ട് ഹിന്ദു ഇപ്പൊ കൃഷ്ണന്റെ പടം വരയ്ക്കുന്നവർ, അല്ലെങ്കിൽ മുസ്ലിംസില് ഈ മുസ്ലിം മതത്തിൽ നിൽക്കുന്നവർ, അല്ലെങ്കിൽ അവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് വേറെ ഓരോരുത്തരുടെ ദൈവം വന്ന് പറയുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. മനുഷ്യന്മാരാണ് ഈ മതത്തിന്റെ പേരും പറഞ്ഞ് കടിച്ചു പിടിച്ചു പറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും തമ്മിത്തല്ലുണ്ടാക്കിയും വിഷയങ്ങളൊക്കെ ചെയ്യുക. ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു പീഡനത്തിനിരയായി, അല്ലെങ്കിൽ കുടുംബക്കാർ വരെ വേശ്യാവതിക്ക് പോയിക്കൂടെ, നീ പടം വരച്ചിരിക്കുന്നേക്കാൾ ഭേദം അതിന് പോയിക്കൂടെ അല്ലേ എന്നൊക്കെ കേട്ടപ്പോൾ അവരത് ഓപ്പണപ്പായിട്ട് സംസാരിച്ചപ്പോൾ, അവരോട് ഒരു ഇഷ്യൂ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയെ മുതലെടുക്കാനും സൈബർ ബുള്ളി ചെയ്യാനും ഒരുപാട് ആൾക്കാർ അല്ലെ. എന്നാൽ ഞാൻ അവരുടെ പ്രൊഫൈല് കയറി നോക്കി, അവർ ആ പടം വരയ്ക്കുക എന്ത് രസമാണ് വരയ്ക്കുന്നത് കാണാൻ, എന്തൊരു ഒറിജിനാലിറ്റിയാണ്, എന്തൊരു ജീവനാണ്. ഈ പറയുന്നവർക്കൊക്കെ ഒരു വര വൃത്തിക്ക് വരയ്ക്കാൻ അറിയോ? ഇപ്പോ ഇസ്ലാം റിലേറ്റഡ് ആയിട്ട് അവർ ജനിച്ചു, അതുകൊണ്ട് കൃഷ്ണന്റെ പടം വരയ്ക്കാൻ പാടില്ല എന്ന് എവിടെ ഏത് ഖുറാനിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഭഗവത്ഗീത ഏത് ഇതിലാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഒന്നുമില്ല. മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കുന്ന ഒരു വിഷയവും കാര്യങ്ങളും പ്രശ്നങ്ങളും കാരണം ആ സ്ത്രീ ഇപ്പോൾ ഇത്രയും മാനസികമായിട്ട് തകർന്ന് അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. മതിയായോ? നിങ്ങളുടെ കടിച്ചു പറിച്ച് തിന്നൽ തീർന്നോ? നിങ്ങളുടെ ആ ഒരു കുന്തളിപ്പ് നെഞ്ചിലെ കല്ലിറങ്ങിയോ? ഒറ്റ മതമുള്ളൂ മച്ചന്മാരെ. ഈ പറഞ്ഞ മാതിരി ഏത് മതത്തിലാണെങ്കിലും ഇങ്ങോട്ട് വരുന്ന പോലെ തന്നെ 6 അടി മണ്ണിലാണ് തിരിച്ചങ്ങോട്ട് പോകുന്നത്. അല്ലാതെ ഇസ്ലാംസിന് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ മരണരീതി വേറെ, അവർ ചെയ്യുന്ന കാര്യങ്ങൾ വേറെ. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ഒറ്റ കാറ്റഗറി. എല്ലാവരുടെ ശരീരത്തിൽ കൂടെ പോകുന്ന ചോരയും വെയിൻസും കാര്യങ്ങളും ക്യാരക്ടർ വ്യത്യാസം ഉണ്ടാവും. ചിലർക്ക് ഇങ്ങനെ തീറ്റ ക്യാരക്ടർ ആയിരിക്കും, മനുഷ്യന്മാരെ തന്നെ കൊന്നു തിന്നുന്ന, മെന്റലി ഇല്ലാതാക്കുന്ന, മനുഷ്യന്റെ രൂപവും എന്ന വല്ല പിശാചിന്റെയും സ്വഭാവം കോലമൊക്കെ ഉള്ള പോലത്തെ സ്വഭാവങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അല്ലാത്ത പക്ഷം ശ്വാസം എടുക്കുന്ന എല്ലാ മനുഷ്യന്മാരും ശ്വാസം എടുക്കുന്ന എല്ലാ മനുഷ്യന്മാരുടെ ബ്ലഡ് വെയിൻസ് കാര്യങ്ങളെല്ലാം, ബ്രെയിന് കിഡ്നി ലിവർ കാര്യം എല്ലാം ഒരുപോലെ അല്ലേ? അണ്ടർ 1 നമ്പറിലല്ലേ? ഇപ്പൊ ഒരിടത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ഒരിടത്ത് വീണ് കിടന്നു, അയാൾ പറയണം ഞാൻ ഹിന്ദുവാണ്, എന്നെ ഹിന്ദു ദൈവം വന്ന് പിടിച്ചാൽ മതി, ഹിന്ദു ആൾക്കാർ വന്ന് പിടിച്ചെനിപ്പിച്ചാൽ മതി എന്നാൽ നടക്കൂല്ല. ആരുടെ കയ്യിൽ നിന്നാണ് ഒരു നേരത്തെ വെള്ളം അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണ് പോകുമ്പോൾ പിടിച്ചെനിപ്പിക്കാൻ പറഞ്ഞതെന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഈ സ്ത്രീയെ ഇങ്ങനെ പീഡിപ്പിച്ച് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയത് എന്തെന്ന് പറയാം, അവരുടെ അവസ്ഥ അവർ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിച്ച് അവർക്ക് മതിയായി, അവർ മടുത്ത് ജീവിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിയിട്ട് ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു സൊസൈറ്റി. അതേപോലെ അവരുടെ ഒരു കഴിവ്, എത്ര സമയം എത്ര നേരത്തെ കഷ്ടപ്പാടായിരിക്കും അവരുടെ ആ ഒരു കൃഷ്ണന്റെ ആ ഒരു പടം വരച്ചിരിക്കുന്നത്. അതിനെന്ത് ബ്യൂട്ടിയാണ് കാണാനായിട്ട്. അപ്പോൾ ഈ ഇസ്ലാം മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ഈ മതം എന്ന് പറഞ്ഞു വരുന്നവർ മനുഷ്യന്മാരെ മനസ്സിലാക്കാതെ അവരുടെ കഴിവിനെ മനസ്സിലാക്കാതെ ഇങ്ങനെ മാന്തി പറിക്കുന്ന നിങ്ങളിൽ എവിടെയാണോ നന്മയുള്ളത്? ഈ കൊത്തി പറിക്കുന്ന നിങ്ങളിൽ എവിടെയാണ് നന്മയുള്ളത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ദൈവം? മനുഷ്യന് ഒരാൾ വിഷമിക്കുമ്പോൾ അയാൾ നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും നമ്മുടെ കണ്ണ് നിറയുന്നുണ്ടെങ്കിൽ, അയാളെ ഒന്ന് എണീപ്പിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെതായ രീതിയിലുള്ള ഹ്യൂമാനിറ്റി കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ, നന്മ നെറികേട് കാണിക്കായ്മ അങ്ങനെയുള്ള കാര്യങ്ങൾ, കർമ്മം, അതിലൊക്കെ വിശ്വസിച്ച് ഒരു ദ്രോഹവും ചെയ്യാതെ നല്ലത് ചെയ്ത് ഒരു നേരത്തെ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെ മനസ്സ് കാറ്റഗറി ഉള്ള ആൾക്കാരിലൊക്കെ ദൈവം ഉണ്ടെന്ന് ഞാൻ പറയാം, പോസിറ്റീവ് ഉണ്ടെന്ന് പറയും. അല്ലാതെ ഇമാതിരി പിശാചിന്റെ മനസ്സോടുകൂടി നടക്കുന്നവർക്ക് ആർക്കും ഈ മനുഷ്യന്മാരുടെ അല്ലെങ്കിൽ ഇവരെ പോലത്തെ സ്ത്രീയുടെ അവസ്ഥയൊന്നും പറയാൻ പറ്റത്തില്ല, അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒരുപാട് പ്രാവശ്യം സൈബർ ബുള്ളിങ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് ഞാനടക്കം പലരും വന്ന് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കത് പറ്റത്തില്ല. വീഡിയോയിൽ വന്ന് അവര് വരച്ചു തുടങ്ങി, പിന്നെ അവർക്കത് വരുമാനമായി, ആ വരുമാനത്തിലൂടെ അവർ ജീവിക്കുന്നു. ഒരു നേരത്തെ ചോറിന്റെ പൈസ പോലും നിങ്ങൾ കൊടുക്കുക, കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കിയൊന്നും ചെയ്തില്ല, കെട്ടിയിട്ട് ആ സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ മാനസികാവസ്ഥയും പെയിനും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവരിപ്പോ സൂസൈഡിലോട്ട് എത്തിച്ചത് എല്ലാവരും തന്നെയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് മതം, ദൈവം ആ പേരും പറഞ്ഞുകൊണ്ട് ഓരോ വൃത്തികേടുകൾ കാണിച്ചു വെക്കുക അല്ലെ? എന്നിട്ട് കെയർ ഓഫ് ദൈവം എന്ന് പറയാ.
നിങ്ങളുടെ അടുത്തേക്ക് ദൈവം വന്നിങ്ങനെ പറയാണല്ലോ, ദേ ജസ്റ്റിന് അവിടെ കൃഷ്ണ പടം വരച്ചു, പോയി പ്രശ്നം ഉണ്ടാക്കുക, അവൾ എന്തിനും അത് വരച്ചു. അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആൾക്കാർ വന്നിട്ട് ദേ ഹിന്ദു അവരെ പറ്റിച്ച് എന്ത് പറ്റിച്ച് ജീവിക്കുന്നു. അവർ വീഡിയോയിലൂടെ മതത്തിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട്, അത് ചീത്തയാണ് ഇത് ചീത്തയാണ്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ഞാൻ പറയണ പോലെ കേൾക്കണം, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. അവരുടെ ആ കഴിവിനെ അവർ വരുമാനമാക്കി പോയത് തെറ്റാണല്ലേ. അതാണ് നിങ്ങൾ കണ്ടുപിടിച്ച തെറ്റ്. അവർ മുസ്ലിമായിട്ട് ജനിച്ചത് അവരുടെ തെറ്റ്, അവർ പടം വരച്ചത് തെറ്റ്, അതിലൂടെ വരുമാനം ഉണ്ടാക്കിയത് തെറ്റ്, എല്ലാം തെറ്റല്ലേ. നിങ്ങൾ കുറെ പെർഫെക്റ്റ് കർമ്മ, അത് മറക്കണ്ട. ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് പോണതും ഈ പറഞ്ഞ മാതിരി ഫുൾ ഒന്നുമില്ലാതെ, ഡ്രസ്സ് പോലും ഇല്ലാതെ ഫുൾ ന്യൂഡായിട്ട് എങ്ങനെ മരിക്കാൻ പോണ ഏതാന്നൊന്നും നമ്മുടെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ആരുടെ മണ്ണിലാണ് തിരിച്ച് അങ്ങോട്ട് പോകുന്നത്, അല്ലാതെ ഓരോരുത്തർക്ക് വേറെ വേറെ സെപ്പറേറ്റ് ചെയ്തൊന്നുമില്ല. ആ മരിച്ച് കിടക്കുന്ന സമയത്തെങ്കിലും ആത്മാവിന് കുറച്ച് ശാന്തിയും കുറച്ച് സമാധാനവും നല്ല മരണമൊക്കെ കിട്ടണമെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാം.